ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലെ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള 4 ഡിഫറെൻറ്റ് ടൈപ്പുള്ള കിഡിലും ടേസ്റ്റുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒന്നാമത്തെ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല സിമ്പിളാണ്, അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും വീട്ടിലുള്ള കുറഞ്ഞ ഐറ്റംസ് മാത്രം മതി ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള ചിരങ്ങ എടുത്തിട്ടുണ്ട്. ചിരങ്ങാന്നും ചുരക്കാന്നും ഒക്കെ പറയും. ഏകദേശം ഒരു 1/2 കിലോത്തിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടാകും. ഒരു 650 ഗ്രാം വരുന്ന ഒരു ചിരങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവ് വെച്ചിട്ട് ഏകദേശം ഒരു 6 ഗ്ലാസോളം ജ്യൂസാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. ഇതിവിടെ മൊത്തത്തിൽ കുരുവും ആ ഒരു പുറത്തുള്ള തൊലിയൊക്കെ നല്ല രീതിയിൽ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഉൾഭാഗത്തുള്ള ഒരു സ്പോഞ്ച് പോലത്തെ ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ വലിയ പീസായിട്ടാണ് കട്ടാക്കി എടുത്തുള്ളത്. പിന്നെ അധികം മൂത്ത ചിരങ്ങ എടുക്കരുത്. ഇളയ ചിരങ്ങ എടുക്കുമ്പോഴാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇളയ ചിരങ്ങ കിട്ടുകയാണെങ്കിൽ അതന്നെ എടുക്കുക. ഇനി ഇത് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഇത് മൂടി നിൽക്കണ വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒരിക്കലും കൂടി പോകണ്ട. ഇതിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളി മാത്രം ചേർത്താൽ മതിയാകും. ഇനി കുക്കർ അടച്ചു വെക്കുക. എന്നിട്ട് അടുപ്പിലേക്ക് വെച്ചെടുത്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 വിസിൽ വരുന്നവരെ നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കാം. നല്ല രീതിയിൽ വെന്തിട്ട് കിട്ടണം. ഇതിവിടെ നല്ല പോലെ വേവിച്ചെടുത്തതിന് ശേഷം വിസിലൊക്കെ പോയി കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആവണ വരെ തന്നെ വേവിച്ചെടുക്കണം. ഇതുപോലെ വേണം കേട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇത്രയും വേവിച്ചാൽ ജ്യൂസാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. പിന്നെ ഇതിന് വെള്ളം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടില്ല. വെള്ളം മൊത്തത്തിൽ കളഞ്ഞെടുക്കണം. ഇതിവിടെ നല്ല പോലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുകയും ചെയ്യാം. ഈ ഒരു മിക്സിന് ജാറെടുക്കുക. ഇതിലേക്ക് ഇത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷം കട്ടിയാക്കി എടുത്തിട്ടുള്ള പാല് വേണം ചേർക്കാനായിട്ട്. ഏകദേശം ഒരു 500 ml ഒരു പാക്കറ്റ് പാല് മൊത്തത്തിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കട്ടിയാക്കി എടുത്താൽ ഈ ഒരു ജ്യൂസിന് നല്ല തിക്നെസ്സും ടേസ്റ്റും ഉണ്ടാകുള്ളൂ. കൂടെ തന്നെ 5 രൂപേൻ്റെ ഹോർലിക്സിൻ്റെ പാക്കറ്റ് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടാകും. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഏലക്കായ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ട് എടുക്കുക. എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് എടുക്കാവുന്നേ ഉള്ളൂ. നല്ല പോലെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം. ഇതിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരക്ക് പകരമായിട്ട് ഈന്തപ്പഴം ചേർത്തിട്ടും അടിച്ചെടുക്കുക. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാകും. പഞ്ചസാര വേണ്ടെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ഇത്രയും തിക്കായിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാകുക. ഇതിലേക്ക് കുതിർത്തിയെടുത്തിട്ടുള്ള കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 ടീസ്പൂൺ കസ്കസിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് കുതിർത്തിയെടുത്തുള്ളതാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് കുതിർത്തിയെടുക്കുമ്പോൾ തന്നെ നല്ല പോലെ ഇതുപോലെ റെഡി ആയിട്ട് കിട്ടും. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ചേർത്തിട്ട് ലൂസാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ഈ ഒരു അളവ് വെച്ചിട്ട് ഏകദേശം ഒരു 6 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് കുടിക്കുമ്പോൾ ഒരിക്കലും പറയൂല ഇത് ചിരങ്ങ വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുക. രണ്ടാമത്തെ റെസിപ്പി നല്ല സിമ്പിളാണ്, അടിപൊളി ടേസ്റ്റുമാണ്. ചെറുപഴം വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള 4 ചെറുപഴമാണ് ആവശ്യമായിട്ടുള്ളത്.
ഇനി ചെറുതാണെന്നുണ്ടെങ്കിൽ 5 വരെ എടുക്കുക. അതൊരു മീഡിയം വലുപ്പത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി മിക്സിന് ജാർ എടുക്കുക. ഇതിലേക്ക് ഈ ഒരു പഴം ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാലിപ്പൂവനോ അല്ലെങ്കിൽ കദളി ഏതായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള തന്നെ എടുക്കുക. പിന്നെ ഒത്തിരി അങ്ങ് പഴുപ്പ് കൂടി പോയതെടുത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒന്ന് കുതിർന്നിട്ട് വരും. അതും കൂടെ ഈ ഒരു മിക്സിന് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. കൂടെ തന്നെ ഒരു 5 രൂപൻ്റെ ഹോർലിക്സിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ചേർക്കേണ്ട, അതിന് പകുതി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. ഏകദേശം ഒരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാകും. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഒരു വലിയ തേങ്ങൻ്റെ പാല് ഫുള്ളായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കുക. ഇതിലേക്ക് മൊത്തത്തിൽ 2 കപ്പ് തേങ്ങാപ്പാലാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കറക്റ്റായിട്ടാണ് ഉള്ളത്. നല്ല പോലെ ഇതൊന്ന് അടിച്ചിട്ട് എടുക്കാം. ഇതിലേക്ക് ചേർത്തിട്ടുള്ള നട്ട്സൊക്കെ നല്ല പോലെ അരിഞ്ഞിട്ട് കിട്ടണം. ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഇതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. ഈ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് നല്ലതായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പശുവിൻ്റെ പാലും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഒന്നും കൂടി ടേസ്റ്റ് തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസും കൂടെ ഒന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കുക. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ചേർക്കുക. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് സോക്കായിട്ട് കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുതിർന്നിട്ട് വന്നോളും. ഇതവിടെ ഇരിക്കട്ടെ. ഇനി അടിച്ചെടുത്തുള്ള മിക്സ് ഇത് ഫുള്ളായിട്ട് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇത് ഉണ്ടാകുക. ഇനി ഇതിലേക്ക് ചെറുപ്പായം തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ 2 ചെറുപ്പായാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്കസും കൂടെ ഫുള്ളായിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു ടൈഗറിൻ്റെ ബദാം മിക്സാണ് ചേർക്കുന്നത്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്കിന് ഉണ്ടാകുക. അപ്പോൾ ഒരു 3 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുക. ഇത്രയും മതി, കൂടുതലായിട്ട് ചേർക്കണ്ട. ഈ അളവിൽ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. കൂടിപ്പോയാൽ അതിങ്ങനെ കുത്തനെ ടേസ്റ്റ് ആവും കേട്ടോ ഉണ്ടാവുക. നല്ല പോലെ ഈ ഒരു ഇതിലങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഇതിങ്ങനെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുത്താലും മതിയാകും. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇതുണ്ടാകുക. പിന്നെ ഇതിൻ്റെ പ്രത്യേക ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ബദാം മിക്സാണ്. അതില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ അതില്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കുക, അടിപൊളി തന്നെയാണ്. ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് ഇതുപോലത്തെ ചെറിയ ഗ്ലാസ്സിന് ഒരു 6 ഗ്ലാസ് വരെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഈ ഒരു അളവ് വെച്ചിട്ട്. ഇനി വലിയ ഗ്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് വരെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇനി 3ാമത്തെ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല സിമ്പിളാണ്, നല്ല കിട്ടിലും ടേസ്റ്റുമാണ്. ചെറുപഴവും അതുപോലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കസ്കസ് ഒന്ന് കുതിർത്തിയെടുക്കുക. അതിനായിട്ട് ഒരു കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അങ്ങ് മാറ്റി വെക്കാം. 10 മിനിറ്റ് കൊണ്ട് ഇത് നല്ല രീതിയിൽ കുതിർന്നിട്ട് വന്നോളും. ഇത് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 4 ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് മൈസൂർ പഴത്തിനെക്കാട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഇതുപോലെ ഞാലിപ്പൂവൻ പഴം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഇതന്നെ എടുക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി തൊലി കളഞ്ഞെടുത്തതിന് ശേഷം മൊത്തത്തിൽ ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ ഈ ഒരു അളവ് വെച്ചിട്ട് ഉണ്ടാകുക. ഇത് മൊത്തത്തിൽ മിക്സിന് ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി
ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റായിട്ടാണ് ഉള്ളത്. കൂടെ തന്നെ ഇതാ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ എടുത്തുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടയാക്കിയിട്ടുള്ള പാലും എടുക്കാവുന്നേ ഉള്ളൂ. നല്ല പോലെ അടിച്ചെടുക്കാം, നല്ല സ്മൂത്തായിട്ടങ്ങ് അടിച്ചെടുക്കാം. ഇതിവിടെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാൽ ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒത്തിരി അടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി അരച്ചെടുത്തതാ ഇതുപോലെ വലിയൊരു ബൗളിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതാ ഈ ഒരു കട്ടി വേണം കേട്ടോ, ഈ ഒരു തിക്നെസ് വേണം, ഒത്തിരി ലൂസായി പോകരുത്. ഇനി ഇതിലേക്ക് ഇതാ 2 മീഡിയം വലുപ്പത്തിലുള്ള നേരത്തെ അരക്കാനെടുത്തിട്ടുള്ള അതേ ഒരു പഴം തന്നെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതാ ഒരു വലിയ നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തിട്ടുള്ള തന്നെ എടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുത് തന്നെ എടുക്കാം കേട്ടോ, ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു മാമ്പഴം മൊത്തത്തിൽ ഇവിടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു കപ്പിന് 1/2 കപ്പോളം ഉണ്ടാകും. എല്ലതും ഈ ഒരു കപ്പിന് 1/2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് പച്ചമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 2ആയിട്ട് കട്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നല്ല മധുരമുള്ള മുന്തിരി നോക്കിയിട്ടാണ് എടുക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു വലിയ ആപ്പിൾ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ നേരെ തന്നെ കട്ടാക്കി എടുക്കണ്ട, ഇതിലേക്ക് ചേർക്കാൻ നേരത്ത് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളറ് മാറിയിട്ട് വരും. ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ടുള്ള ആപ്പിളും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട്, നിർബന്ധമില്ല, നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചേർക്കേണ്ടതാണ് ഒരു 1/2 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. വറുത്തിട്ടുള്ള കടലുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഏകദേശം ഈ ഒരു കപ്പിന് 1/2 കപ്പോളം ഉണ്ട്. അതും കൂടെ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് നന്നാരി സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നാരി സർബത്തുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതോ ഏതായിരുന്നാലും പ്രശ്നമില്ല, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കപ്പിന് 1/2 കപ്പോളം തന്നെ അതും അളന്നെടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 200 ഗ്രാമിൻ്റെ കണ്ടൻസ് മിൽക്കിൻ്റെ ടിന്നിന്ന് പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഉള്ളത്. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 3/4 ടിന്ന് വരെ ചേർത്തെടുക്കാവുന്നേ ഉള്ളൂ. കൂടെ തന്നെ ഇതിലേക്ക് നേരത്തെ കുതിർത്തിയെടുത്തിട്ടുള്ള ആ ഒരു കസ്കസ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് കോൺഫ്ലവറോ കസ്റ്റേർഡ് പൗഡറോ ഒന്നും ആവശ്യമായിട്ടില്ല, അല്ലാതെ തന്നെ നല്ല പോലെ തിക്കായിട്ടാണ് ഇത് ഉണ്ടാക്കുക. പിന്നെ ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ചെടുക്കുന്ന ആ ഒരു മിക്സിനനുസരിച്ച് ഉണ്ടാകും കേട്ടോ. ലൂസായിട്ടാണ് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാകും ഉണ്ടാകുക. ഇത് പാകത്തൊരു തിക്നെസ്സാണ് കിട്ടിയിട്ടുള്ളത്. നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ ഒരു പഴത്തിനനുസരിച്ചാകും ഉണ്ടാകുക. നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള പഴം എടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ശരിക്കും കസ്റ്റേർഡിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ 4ാമത്തെ ഡ്രിങ്ക് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്, എന്നാലും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ പേർക്ക് സെർവ് ചെയ്യാൻ പറ്റിയുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡ്രിങ്കാണിത്. മുന്തിരി വെച്ചിട്ടുള്ള ഒരു കിഡ്ലൻ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. ജ്യൂസ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കിലോ അളവ് വെച്ചിട്ട് ഏകദേശം ഒരു 11 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. വലിയ ഗ്ലാസ്സിന് 11 ഗ്ലാസ് വരെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ മുന്തിരി എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള നല്ല കളറുള്ള മുന്തിരി നോക്കിയിട്ട് തന്നെ എടുക്കണം, എന്നാലേ ജ്യൂസിന് നല്ല തിക്നെസ്സും പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാകുള്ളൂ. കളർ കുറഞ്ഞിട്ടുള്ള മുന്തിരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം പുളിയാവട്ടോ ഉണ്ടാകുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കറുത്തിട്ടുള്ള നല്ല കളറുള്ള മുന്തിരി നോക്കിയെടുക്കുക. ഈ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിനായിട്ട് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മൂടി നിൽക്കണ വരെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 5-10 മിനിറ്റ് ഇതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിവിടെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മിക്കവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. പിന്നെ കുക്കിങ്ങൊക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ.
ഇനി ഇത് മൊത്തത്തിൽ ഇതുപോലത്തെ വലിയൊരു പാത്രത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 9 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏത് ഗ്ലാസ്സിലാണോ ജ്യൂസ് എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ വേണം വെള്ളം അളന്നെടുക്കാനായിട്ട്. ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. എനിക്കിതിലേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കണ മുന്തിരിൻ്റെ പുളിക്കനുസരിച്ച് പഞ്ചസാരൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നേക്കും. ഇനി നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നല്ല പോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. മുന്തിരി നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നല്ലൊരു കളറും നല്ല ടേസ്റ്റും ഉണ്ടാകുള്ളൂ. ജസ്റ്റ് ഒന്ന് പൊട്ടിയാൽ മാത്രം പോരാ, ഇതുപോലെ നന്നായിട്ട് വെന്തിട്ട് വരണം. ഇതുപോലെ കളർ ഉണ്ടാവും കേട്ടോ. ഇത് നല്ല കളറുള്ള മുന്തിരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ടങ്ങ് മാറ്റി വെക്കാം. ഇതിവിടെ നല്ല പോലെ ചൂട് ആറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തണുപ്പിച്ചെടുക്കണം. തലേ ദിവസം ചെയ്തെടുക്കുക. നാളെ ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം അടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ജ്യൂസിന്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിവിടെ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 9 ഏലക്കായ് ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ വലുതാണെന്നുണ്ടെങ്കിൽ എണ്ണത്തെ അളവ് കുറക്കാട്ടോ. കൂടെ തന്നെ ഇതിലേക്ക് 2 വലിയ നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മുന്തിരിയാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇത്രയും നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണ്ട. ഒരു 1.5 ചേർത്താൽ മതിയാകും. ഇനി ഇത് എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കാം. ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കുന്നത്. മൊത്തത്തിൽ മിക്സിൻ്റെ ജാറിലേക്ക് പോകില്ല. അപ്പോൾ 2 ആയിട്ടാണ് അടിച്ചിട്ടുള്ളത്. അടിച്ചെടുത്ത മിക്സ് നല്ല രീതിയിൽ അരച്ചിട്ടെടുക്കാം. പിന്നെ നമ്മൾ എടുക്കണ മുന്തിരിക്കനുസരിച്ചാവട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള മുന്തിരി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഓവർനൈറ്റും കൂടെ ഫ്രിഡ്ജിൽ വെക്കുക. നിങ്ങൾക്ക് സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അടിച്ചിട്ടും ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇതുപോലെ മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കാണ്. പിന്നെ കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പദം ഇങ്ങനെ മുകളിലേക്കായിട്ട് വരും കേട്ടോ. അടിയിൽ ഇങ്ങനെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ടുണ്ടാകും, പദം മുകളിലേക്കായിട്ടും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അറിയാം റെസിപ്പി തന്നെയാണ്. എന്നാലും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. 1 കിലോ മുന്തിരി വെച്ചിട്ട് ഇതുപോലത്തെ വലിയ ഗ്ലാസ്സിന് 11 ഗ്ലാസ് മുന്തിരി ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്